ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഞങ്ങളുടെ തെങ്കാശി ഫാമിലി ട്രിപ്പിലെ കാഴ്ചകൾ നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തെങ്കാശിയിലുണ്ടായിരുന്ന ദിവസങ്ങൾ ഞങ്ങൾ തങ്ങിയത് ഒരു മനോഹരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിലായിരുന്നു. അപ്പോൾ ആ റിസോർട്ടിലെ സ്റ്റേ ഞങ്ങളുടെ തെങ്കാശി യാത്ര കൂടുതൽ പീസ്ഫുൾ എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ സഹായിച്ചിരുന്നു. അപ്പോൾ ആ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ തെങ്കാശി വീഡിയോ പൂർണ്ണമാകില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നല്ല വിശാലമായ റൂമാട്ടോ. 3 പേര് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഈ റൂമിൽ ആക്ച്വലി നമുക്ക് 3 പേർക്ക് കിടക്കാം. ഇവിടെ ഒരു ചെറിയ എക്സ്ട്രാ ബെഡ് ഉണ്ട്. അത് ഓൾറെഡി ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഈ മുറിയിൽ AC ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളൊരു, പിന്നെ അവിടെ ഒരു ചെറിയ ഇരുന്ന് കഴിക്കാനൊക്കെ ഇട്ട് ടേബിള്, പിന്നെ ഒരു ടേബിൾ ടോപ്പ് പോലെ ഉണ്ട് അവിടെ. പിന്നെ നമുക്ക് നമ്മുടെ വാഷ്റൂം നോക്കാം. വാഷ്റൂം കുറച്ച് മോഡേൺ ആണെന്ന് തോന്നുന്നു. പിന്നെ ഹീറ്ററുണ്ട്. ഹീറ്ററിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ നല്ല ചൂടാണ്. നല്ല വാഷ്റൂമൊക്കെ അടിപൊളി. ഇവിടുത്തെ ഒരു പ്രത്യേകമുണ്ട്. കൊള്ളാമല്ലോ. തൊട്ട് പിന്നിലൊരു പാടമാണ്, പക്ഷേ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. അപ്പുറത്ത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും, പിന്നെ അവിടെ എന്തോ ജമന്തിപ്പൂക്കളാണെന്ന് തോന്നുന്നു അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി വിളഞ്ഞ് നിൽപ്പുണ്ട്. അവിടേക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ചൊക്കെ വെച്ചിരിക്കുന്നു പാടത്ത്. ഉള്ളതല്ല, പാർക്കാണോ അത്? ഇവിടെ ആക്ച്വലി ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. അതായത് ഈ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സൈഡിൽ മൊത്തം AC-യും അപ്പുറത്തെ സൈഡിൽ നോൺ AC. എനിക്ക് തോന്നുന്നു AC വേണം. ഇവിടെ കാറ്റുണ്ട് നന്നായിട്ട്, പക്ഷെ എന്നാലും AC വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ചൂടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ മുറിയെ. ഇത് അങ്ങോട്ടേക്ക് കുറേ മുറികളുണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് കണ്ടോ, നമ്മുടെ റൂമിൻ്റെ പുറത്ത് അപ്പുറത്തുള്ള ബാൽക്കണിയുടെ വേറൊരു വിഷ്വൽ, വേറൊരു സീനറി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വേറൊരു വ്യൂ കണ്ടോ. അതിൻ്റെ പുറകിൽ അവിടെയൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളിലാണ് സ്റ്റേ ചെയ്യാൻ പറ്റിയ. കണ്ടോ, വീട് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒന്ന് അങ്ങനെ കൊടുക്കാം. ഹോം സ്റ്റേ പോലെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇത്തിരി വലിയ ഒരു റിസോർട്ടാണ്. സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല ഞാൻ നോക്കിയിട്ട്. എനിക്കൊന്ന് ഉള്ളിലോട്ടൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇവിടെ ആക്ച്വലി മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇവിടുത്തെ റൂഫ് ടോപ്പിൽ വരാം കേട്ടോ. ടെറസ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മുകളിലൊക്കെ വന്ന് നിൽക്കാമല്ലോ. അടിപൊളി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു കേട്ടോ മലയുടെ ആ ഒരു വ്യൂ കിട്ടും. കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ റൂംസാണെന്ന് തോന്നുന്നത്. ഇനി ഇവിടെ തോർത്തൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ലൊരു ഏരിയ. നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് ഈസി ആയിട്ട് ഡ്രോൺ പറത്താമെന്ന് തോന്നുന്നു ഇവിടെ വന്ന്. അപ്പോൾ നിങ്ങൾ തെങ്കാശി എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ താമസിക്കാൻ പറ്റിയൊരു ചെറിയ റിസോർട്ടാണ് കേട്ടോ അത്. ആക്ച്വലി ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് AC റൂം 2000 രൂപയ്ക്ക് കിട്ടിയത്. അത്യാവശ്യം വലിയ റൂമാണ്. കൊള്ളാം കേട്ടോ സെറ്റപ്പ്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. ഇവിടെ വന്നിട്ട് AC എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത്യാവശ്യം ചൂടുണ്ട്. അറിയാമല്ലോ, ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പിന്നിലുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ മൗണ്ട് വ്യൂ കാസിൽ ഇവിടുത്തെ സ്റ്റേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഏകദേശം ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഇങ്ങനെ വിശദമായിട്ട് പറയാനൊന്നുമില്ല. പാടം ആണ് ഇവിടെ. ആക്ച്വലി അവിടെയൊക്കെ നല്ല, എനിക്കൊന്ന് കൊയ്ത്തൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് നല്ല ഗ്രീനിഷായിട്ട് കാണാമായിരുന്നു. അവിടെ ഒരു ജമന്തി പാടമുണ്ട്, അതാണ് ആ യെല്ലോ കളറിൽ കാണുന്നത്. ഇപ്പുറത്തും ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ തെങ്കാശിയൊക്കെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേ ചൂസ് ചെയ്യാം. വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിലോട്ടുമാണ്, എന്നാൽ റേറ്റും വലിയ റേറ്റില്ല. ഞങ്ങൾക്കായ റൂം എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആണ്, ചിലപ്പോൾ ഒരു 500 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. പിന്നെ ഇവിടെ ഒരു വലിയ റൂമുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 5600 രൂപയ്ക്ക് ഒരു വലിയ റൂമുണ്ട്. അതായത് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ 40
ഡീലക്സ് റൂം അത് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ വ്യൂസിനൊന്നും ഒരു കുറവില്ല. നല്ല സീനറിയാണ്. നല്ല പച്ച പുൽപ്പാടം കാണാൻ പറ്റും സീസൺ ആവുകയാണെങ്കിൽ. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് നമ്മുടെ സൺഫ്ലവർ സീസണാണ്. ഒരു ഒക്ടോബർ ലാസ്റ്റ് വരെയൊക്കെ കാണും. അപ്പോൾ സുന്ദരപാണ്ഡ്യപുരമൊക്കെ ഇവിടെ അടുത്താണ്. പിന്നെ സുരണ്ടൈ അതൊക്കെ ഇവിടുന്ന് സുരണ്ടൈ ഇവിടെ എനിക്കൊന്ന് ഒരു 20 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെയുണ്ട് സൂര്യകാന്തി പാടങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വരാം. ഒരുപാട് സ്ഥലങ്ങൾ ഒന്നും അധികം ദൂരമൊന്നുമില്ല. ഞങ്ങൾ കാറിലാണ് വന്നത്. ബൈക്കിൽ വന്നാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ബൈക്കിലാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. ഇപ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ ബൈക്കിൽ എടുത്തില്ല. പിന്നെ ഇത്തിരി വെയിലുണ്ട്. നല്ല വെയിലാണ്. ഞങ്ങൾ മാർച്ച് മാസമാണ് വന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല. കാരണം ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാ റിസോർട്ടുകളും ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു റേറ്റിന് തന്നെ. എനിക്കൊന്ന് ടൗണിൽ എടുക്കുന്നതിനെക്കാട്ടും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഇതേപോലെ നെൽപ്പാടങ്ങളും സൂര്യകാന്തി പാടങ്ങളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു വില്ലേജ് ഒരു ഫീല് കിട്ടും നമുക്ക്. വില്ലേജ് അടുത്തൊക്കെ വില്ലേജുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ 2000 രൂപയ്ക്ക് ഒന്നും അങ്ങനെ കുറ്റം പറയാനില്ല. അതേപോലെ ഫുഡ് എടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ലഞ്ച് ഇവിടെ നിന്നാണ് കഴിച്ചത്. അടിപൊളി ലഞ്ചാണ് കേട്ടോ. നമ്മുടെ നല്ല തമിഴ്നാടൻ രസമൊക്കെ വെച്ചിട്ട്. എനിക്ക് തമിഴ്നാട് വെജ് മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പം ഇത്തിരി നേരത്തെ വന്നപ്പം വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോൺ വെജ് ഒന്നും റെഡി ആയിട്ടില്ല. അപ്പം ഞങ്ങൾ വെജ് മീൽസ് കഴിച്ചു. പക്ഷേ അടിപൊളിയായിരുന്നു. അവർ റൂമിൽ സെർവ് ചെയ്തു. ഇവിടെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മെയിൻ്റെനൻസ് വർക്ക് നടക്കുകയാണ്. കാരണം ഓഫ് സീസൺ ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു റൂമിൽ കൊണ്ടുവന്ന് സെർവ് ചെയ്തു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ റൂംസ് എല്ലാം റൂംസ് ഓൾറെഡി കാണിച്ചു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന 2000-ൻ്റെ റൂം തന്നെ അത്യാവശ്യം വലിയ റൂമാണ്. ഇനി നിങ്ങൾ ആൾ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ കാണിച്ച ഒരു ഡീലക്സ് റൂം വേണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ തന്നെയാണ്. എനിക്കങ്ങനെ വേറെ വലിയ നെഗറ്റീവ് തോന്നില്ല. എനിക്കൊന്ന് നെഗറ്റീവായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ആ ഒരു സീസൺ നോക്കിയിട്ട് വന്നാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെ. പിന്നെ നമ്മൾ ട്രിവാൻഡ്രം ഇവിടുന്ന് അടുത്താണ്. ഞങ്ങൾക്കൊരു 3-3.25 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ ഇവിടെ എത്തി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മൗണ്ട് വ്യൂ ക്യാസലിലെ സ്റ്റേയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർ വിളിച്ചു ചോദിച്ചോളുക. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.